തൊഴിലുകളിലൊക്കെ നിന്നുകൊണ്ട് ദൂരത്തും രീതിയിലും മറ്റ് ബിസിനസ്സിലുമൊക്കെ ഏർപ്പെടുന്ന എല്ലാ സഹൃദരായ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ വല്ലാത്തൊരു പോക്കിലേക്കൊക്കെ പോകുമ്പോൾ മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതവും അതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യൻ പകലത്തെയോളം അധ്വാനിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ ജീവിതങ്ങളൊക്കെയുള്ള ഈ സമയത്തും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾ ഈ ദേശത്ത് കൈമാറുവാനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഈ വർഷം 2024 നമ്മളെ തീർന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന ഏതാനും നിമിഷങ്ങൾ ദിവസങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ ശേഷിക്കുമ്പോൾ ഈ 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഒരുപക്ഷെ ഒത്തിരി വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ നമ്മൾ ഒരിക്കലും കേൾക്കുവാൻ കഴിയാത്ത വാർത്തകൾ കൊണ്ടും ഒരിക്കലും കാണാത്ത ഹൃദയം തകർന്ന വാർത്തകൾ കൊണ്ടൊക്കെ മുഖരിതമായ ഒരു വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. നമുക്കറിയാം, അനേക പ്രിയപ്പെട്ടവർ പ്രകൃതിക്ഷോഭത്തിലൂടെ അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളിലൂടെയൊക്കെ ഓർമ്മയായി പോയ നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവർ നമ്മുടെ ഒത്തിരി ദുരന്തം നിറഞ്ഞ വാർത്തകൾ കൊണ്ട് നിറഞ്ഞൊരു വർഷമായിരുന്നു 2024. അങ്ങനെ ഈ കാലഘട്ടത്തിന്റെ കർത്തവ്യതയ്ക്കുള്ളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് 2024 എന്നുള്ളത്. അത് ഒത്തിരി വേദനയിലൂടെ ഒത്തിരി വേദന നിറഞ്ഞ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണെന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ദുരന്തങ്ങളും വാർത്തകളും ഒക്കെ നമ്മെ കാണിക്കുന്നത്. നാം എത്രത്തോളം അധ്വാനിച്ചാലും ഓടിയാലും ജീവിതത്തിൽ ഒന്നും നേടുകയില്ല എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ അധ്വാനിക്കുന്ന, വളരെ നമ്മുടെ ഒത്തിരി പ്രതീക്ഷയോടെ കൂടെയാണ് മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ക്രിയ ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും നൈമിഷികമാണെന്ന്, നാം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കുന്നതും നാം ഇവിടെ നേടുന്നതും സമ്പാദിക്കുന്നതും എല്ലാം ഒന്നുമല്ല എന്ന് കാലവും കാലഘട്ടവും ഒക്കെ തെളിയിക്കുന്നു. നമ്മുടെ അധ്വാനവും ജീവിതവും നാം നേടിവെച്ചതും സ്വരൂപിച്ചതും ഒക്കെ എല്ലാം ഇട്ടെറിഞ്ഞ് നമുക്കൊരു നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമെന്നുള്ളത് ഒരു ഉറപ്പാണ്. നമ്മൾ ജനിച്ച് ഈ ഭൂമിയിലേക്ക് സന്തോഷത്തോടെയൊക്കെ ജനിച്ചു വീഴുന്നു, ജീവിക്കുന്നു. എന്നാൽ പ്രിയ സ്നേഹിത, ഏത് നിമിഷവും മരണം എത്ര പ്രഗത്ഭശാലിയായവരെയും എത്രമാത്രം ഉന്നതമുള്ളവനെയും സാമ്പത്തികമുള്ളവനെയും മരണം എന്ന 3 അക്ഷരം മാടി വിളിക്കും. ഏത് മനുഷ്യന്റെ മുന്നിലും മരണത്തിന് ഒന്നും ചെയ്യാൻ, നമ്മൾ മരണത്തിന്റെ മുന്നിൽ നിഷ്ക്രിയരായി നിൽക്കുമ്പോൾ നമുക്കറിയാം, കേരള ജനത അല്ലെങ്കിൽ ലോക ജനതയൊക്കെ എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശാസ്ത്രീയപരമായി, സാമ്പത്തികപരമായി അല്ലെങ്കിൽ നിലവാരങ്ങൾ, ഉന്നത നിലവാരങ്ങൾക്ക് മനുഷ്യൻ കണ്ടുപിടിക്കാത്ത മേഖലകളില്ല, മനുഷ്യൻ ചെന്നെത്താത്ത മേഖലകളില്ല. എല്ലാ രീതിയിലും ഉന്നത നിലവാരം പുലർത്തുന്ന മനുഷ്യ സമൂഹത്തിൽ എന്നാൽ ഒരു കാര്യത്തിന്റെ മുന്നിൽ മാത്രം മനുഷ്യൻ അടിയറവ് വയ്ക്കുന്നത് മരണമാണ്. ഏത് നിമിഷവും മനുഷ്യന് മരണം മാടി വിളിക്കാം. ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ഒരു നിമിഷം അടുത്ത നിമിഷം കാണുവാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നു, പ്രിയ സ്നേഹിത, മരണത്തിന് ശേഷവും മനുഷ്യന് ഒരു ജീവിതമുണ്ട്. ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്ക് മരണം എന്നൊരു ആസന്നമായി നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ഇവിടെ നാം ഓടുന്നു, അധ്വാനിക്കുന്നു, എന്നാൽ ഒന്നും നേടാതെ, നാം സമ്പാദിച്ചതൊന്നും നേടാതെ നാം ഇവിടെ നിന്ന് ശൂന്യമായ കൈകളിലൂടെ നാം ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നു, മരണത്തിന് ശേഷം നാം എന്ത്? മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട് കേട്ടോ. അതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെയെങ്കിൽ എല്ലാ മതങ്ങളിലും അത് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ സ്നേഹിത, മരണത്തിന് ശേഷം നാം എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ അധ്വാനം കൊണ്ട് നേടിയതൊന്നും നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷം നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ നാം പ്രവേശിക്കുന്നത് എപ്രകാരമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നാം ഭൂമിയിൽ ജീവിക്കുന്നതിനനുസരിച്ചാണ് മരണത്തിന് ശേഷവുമുള്ള ജീവിതം എന്ന് പറയുന്നത്. നാം ഈ ഭൂമിയിൽ എന്ത് നേടുന്നു എന്നതിനനുസരിച്ചാണ് മരണാനന്തര ജീവിതത്തിലും നമുക്ക് ലഭിക്കുന്നത്. ഈ ഭൂമിയിലെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് നേടിയത് എന്തൊക്കെയാണ്? നമുക്ക് സന്തോഷപരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ജീവിതത്തിന്റെ ആയുഷ്കാലം മൊത്തം നാം അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഒന്നും നേടുവാൻ കഴിയാതെ നിരാശനായി ദുഃഖിതനായി കഴിയുന്ന ഒരു മനുഷ്യനാണോ നമ്മൾ? സമാധാനമില്ലാത്ത മേഖലയിലൂടെ കടന്നു പോകുന്നവരാണോ? ജീവിതത്തിന്റെ വലിയ മേഖലകളിൽ നാം ഓടിത്തളർന്നു, സാമ്പത്തികമായൊക്കെ എല്ലാം നേടിയ മനുഷ്യരുണ്ട്. എന്നാൽ എല്ലാവരുടെ മുന്നിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാം എന്ത് നേടി? സമാധാനമുണ്ടായോ? സന്തോഷമുണ്ടായോ? ഒരു ശൂന്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണോ? പകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരോട് നോക്കി ഞങ്ങൾ പറയുന്നു, സമാധാനം കിട്ടുന്ന ഒരു വാർത്ത നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ കഴിയുകയില്ല. സന്തോഷം തരുന്ന ഒരു വാർത്ത
നമുക്ക് ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രിയ സ്നേഹിത, സന്തോഷം തരുന്ന ഒരു വാർത്തയുണ്ട്. അത് സുവിശേഷമാണ്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യേശു ഈ ഭൂമിയിൽ ജാതനായി എന്നതിനെ തെളിയിച്ചുകൊണ്ട് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആഗോളവൽക്കരമായ എല്ലാ തലത്തിലും മനുഷ്യൻ യേശുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിന്റെ ജനനത്തെ മാത്രം മനുഷ്യർ ആഘോഷിക്കുമ്പോൾ എന്താണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിന്റെ ജനനം സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതിനാ പറയുന്നത്, യേശു അവതരിച്ചത്, ഈ ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനെ സകല മാനവജാതിയും രക്ഷയ്ക്ക് വേണ്ടി യേശു ഈ ഭൂമിയിൽ ജനിച്ചെന്ന അവിടെ ജാതിമത വർണ്ണഭേദങ്ങളില്ലാതെ ഉന്നതനെന്നോ ഉയർന്നവനെന്നോ താണവനെന്നോ, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒരു വ്യത്യാസമില്ലാതെ സകല മാനവജാതിയും രക്ഷിക്കുവാൻ, സകലരുടെയും സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി യേശു ഈ ഭൂമിയിൽ ജാതനായെങ്കിൽ പ്രിയ സ്നേഹിത, നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു യേശുവുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാ, മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം തരാനാ, മനുഷ്യന്റെ വിഷയത്തിന് പരിഹാരം തരാനാ, മനുഷ്യനെ തേടിയാണ്. ഏത് മനുഷ്യനെ? നഷ്ടപ്പെട്ടു പോയ, പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ, ജീവിതത്തിൽ നിരാശപ്പെടുന്ന മനുഷ്യനെ, ജീവിതത്തിൽ സമാധാനമില്ലാത്ത മനുഷ്യനെ യേശു സ്നേഹിക്കുന്നത്. യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു മേഖലയും നമുക്ക് കാണുവാൻ കഴിയില്ല. ഒരു മനുഷ്യനെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയില്ല. എല്ലാവരും സ്വാർത്ഥപരമായ ജീവിതത്തിലേക്കും അവനവന്റെ ജീവിതത്തിലേക്കും ഒക്കെ മനുഷ്യൻ നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നമ്മളെ കണ്ടും കാണാതെയും പോയാൽ സ്നേഹം നൽകുന്ന യേശുവുണ്ട്. ഈ യേശുവിന്റെ സമാധാനമാണ് മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നത്. എല്ലാ വൻകരകളിലും ഇന്നും സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നതിന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാ. ഞങ്ങളും പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ തകർച്ചയിലൂടെ കടക്കുന്ന ഒരു വ്യക്തിയാണോ? നിരാശയിലൂടെ കടക്കുന്ന ഒരു വ്യക്തിയാണോ? സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? തകർക്കപ്പെട്ട ജീവിതത്തിനുടമയാണോ? ഞങ്ങൾ പറയുന്നു, പ്രിയ സ്നേഹിത, സുവിശേഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുവിന്റെ സമാധാനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു, ഞങ്ങൾ പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളിലും, നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിന്റെ, നിങ്ങളുടെ ശാപത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുന്ന ഈ രക്ഷകനായ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സുവിശേഷമല്ല മനുഷ്യന്റെ ഉള്ളിൽ മാനസാന്തരം നൽകുന്ന ഒരു സുവിശേഷം, മനുഷ്യനെ മാറ്റപ്പെടുത്തുന്ന സുവിശേഷം. ഇത് മതം മാറുന്ന സുവിശേഷമല്ല, മതം മാറുന്ന സത്യമല്ല പ്രിയപ്പെട്ടവരെ. യേശു വന്നത് മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുവാനാ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ ആധിപത്യം നമുക്കറിയാം. ഇന്ന് കാണുന്ന വാർത്തകളത് അന്ധകാരം നിറഞ്ഞ ലോകം, മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യൻ ക്രൂര പ്രവൃത്തികൾക്ക് ഏർപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന സുവിശേഷമാ. അതുകൊണ്ട് സുവിശേഷം എല്ലാ വൻകരകളിലും നിന്നും വ്യാപരിക്കുന്ന ഒരു ഉദ്ദേശം മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാന്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത് വെളിച്ചമായി, ഈ ലോകത്തിന്റെ വെളിച്ചമായി യേശുവിടെ ഉദിച്ചെന്ന് പറഞ്ഞ ഒരു സന്ദേശമാണ് ക്രിസ്മസ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, പാപത്തിൽ നിബന്ധിച്ചു കിടക്കുന്ന മനുഷ്യനെ, അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഈ യേശു ഈ ഭൂമിയിൽ ജാതനായെങ്കിൽ പ്രിയ സ്നേഹിത, നമ്മുടെ വീടിന്റെ മുന്നിൽ തൂക്കിയിടുന്ന ഒരു നക്ഷത്രമല്ല യേശുവിന്റെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ യേശു ജനിക്കണം. നമ്മുടെ വീടിന് മുന്നിൽ ഉദിക്കുന്ന ഒരു നക്ഷത്രം മാത്രമല്ല യേശു എന്ന് പറയുന്ന ജനനം. നിങ്ങളുടെ ഉള്ളിൽ ജനിക്കേണ്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ഉള്ളിൽ ജനനം കൊള്ളേണ്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. യേശു ഉള്ളിൽ ജനിക്കുന്നവർക്ക് മാത്രമേ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്നു, പ്രിയ സ്നേഹിത, യേശു വന്നത് ഈ ലോകത്തിന്റെ ഇരുട്ടിനെ മാറ്റുവാനാണ്, പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന യേശുവിനെ യേശു പറയുന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും എന്നെ കണ്ടവർ എന്റെ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ വഴിയായ സത്യമായ സന്ദേശം നൽകുന്ന യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. സർവൈശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.